വാർത്തയിലേക്ക്. ഹൈന്ദവ സംഘടനകളുടെയും അയ്യപ്പ ഭക്തരുടെയും പ്രതിഷേധങ്ങൾ ഉയർന്നതിനിടയിൽ വിവാദമായ അഖിലലോക അയ്യപ്പ ഭക്ത സംഘവുമായി മുന്നോട്ടു പോകാൻ സർക്കാർ മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം ആരംഭിച്ചു. അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ ഹൈന്ദവ സംഘടനകൾ വിമർശനമുയർത്തതിനിടയിലാണ് സ്വാഗത സംഗമം രൂപീകരിക്കുന്നത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, വിവിധ ഹൈന്ദവ സംഘടനകൾ വിമർശനവുമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. അയ്യപ്പ ഭക്തർ വലിയ വിമർശനവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. കാരണം സർക്കാർ നടത്തുന്ന ഈ ഒരു അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ സ്വാഭാവികമായും സംശയമുണ്ട്. എന്നാൽ ഈ പ്രതിഷേധങ്ങൾ വകവെക്കാതെ മുന്നോട്ട് പോകാനാണോ സർക്കാരിൻ്റെ തീരുമാനം? സ്വാഗത സംഘ രൂപീകരണ യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? KP സെപ്റ്റംബർ മാസം 3-ാം വാരമാണ് പമ്പാ മണപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തുന്നത്. ഈ തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 1 മണിക്കൂറായി സ്വാഗത സംഗമ രൂപീകരണ യോഗം തുടരുകയാണ്. 11:30 യോഗം അവസാനിക്കും. ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്, മറ്റു ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ, മറ്റ് വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാന കാര്യം, ഹൈന്ദവ സംഘടനകളിൽ നിന്നുള്ള യാതൊരു പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി ആദ്യമേ തന്നെ രംഗത്തുണ്ട്. കാരണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊന്നും ചർച്ചയ്ക്കോ മറ്റ് അനുബന്ധ കാര്യങ്ങൾക്കോ ഒന്നും ഹൈന്ദവ സംഘടനാ പ്രതിനിധികളെ വിളിക്കുന്നില്ല. സർക്കാർ നേരിട്ട് ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ നേരത്തെ മുതലേ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആരോപണം. അത് അതേ രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളത് വ്യക്തമാകുന്നതാണ് ഈ സ്വാഗത സംഘ രൂപീകരണവും യോഗവും. ഇവിടെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലേക്ക് ഹൈന്ദവ സംഘടനാ പ്രതിനിധികളെ ഒരു സംഘടനയും വിളിച്ചിട്ടില്ലേ? അതോ വിളിച്ച് ക്ഷണം ലഭിച്ചിട്ടും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുക്കാത്തതാണോ? KP അല്പസമയം മുൻപ് ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, അയ്യപ്പ സമാജം തുടങ്ങിയ സംഘടനകളിലെ പ്രതിനിധികൾ നമ്മളുമായി സംസാരിച്ചതാണ്. അവർ പറയുന്നത് യാതൊരു അറിയിപ്പും അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ഹിന്ദു ഐക്യവേദിയുടെയും അയ്യപ്പ സേവാ സമാജത്തിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ, സംഘടനാ നേതാക്കൾ തന്നെയാണ് അല്പസമയം മുൻപ് ജനം TVയോട് പ്രതികരിച്ചത്. അവർ പറയുന്നത് യാതൊരുവിധ അറിയിപ്പും ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഒന്നും തന്നെ സർക്കാർ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളുമായി കൂടിയാലോചനകൾ നടത്താതെയാണ് ഇത്തരത്തിലുള്ള പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. ഹൈന്ദവ സംഘടനകൾ ഈ പരിപാടിക്ക് പ്രധാനപ്പെട്ട വിമർശനമായി മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങൾ, ഒന്ന്, സാമ്പത്തിക നേട്ടം മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുന്നതിലൂടെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്, ലക്ഷ്യമുണ്ട്. അത് സാമ്പത്തിക നേട്ടം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് ഓരോ വർഷവും എത്തുന്നു. ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങൾ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ പരിഗണിക്കുന്നു. അങ്ങനെ വിദേശ നിക്ഷേപം, സാമ്പത്തിക നിക്ഷേപം ലക്ഷ്യം വെച്ചുകൊണ്ട് വിദേശത്തു നിന്നുള്ള പണം ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢശ്രമമാണ്, സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഈ നടത്തുന്നത് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി അടക്കമുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണം തന്നെ മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരനും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് സാമ്പത്തിക നേട്ടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വിദേശ നാണയ നിക്ഷേപം ശബരിമലയെ മുൻനിർത്തിക്കൊണ്ട് ആകർഷിക്കുന്നതിന് വേണ്ടി, അയ്യപ്പ ഭക്തരെ കബളിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന ഒരു ശ്രമം എന്നുള്ളതാണ് കുമ്മനം രാജശേഖരനും മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആരോപണം. മറ്റൊന്ന് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വരുന്നത്, ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ നടത്തുന്ന ഹൈന്ദവ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ട് സർക്കാർ നടത്തുന്ന ഒരു ഗിമ്മിക്കാണ് ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം. ഈ പൊള്ളത്തരം തുറന്നു കാണിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഈ നീക്കം തുറന്നു കാണിക്കുന്നത് മറ്റു ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹൈന്ദവ സംഘടനകൾ. അത് പ്രധാനമായും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ ഹൈന്ദവ സംഘടനകൾ അയ്യപ്പ ഭക്ത സംഗമങ്ങൾ വിളിച്ചുകൂട്ടിയിട്ടുണ്ട്. അന്നൊന്നും സർക്കാരിൻ്റെ യാതൊരു പിന്തുണയും ലഭിച്ചിരുന്നില്ല. പിന്തുണ ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആചാര അനുഷ്ഠാനങ്ങളെ തകർത്തെറിയാനാണ് അന്നെല്ലാം സർക്കാർ ശ്രമിച്ചത്. അന്ന് അത്തരത്തിൽ ഈ അയ്യപ്പ ഭക്തർക്ക് സഹായം നൽകുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ആഗോള മറ്റ് അയ്യപ്പ സംഗമങ്ങൾ ഹൈന്ദവ സംഘടനകൾ വിളിച്ചു ചേർത്തപ്പോൾ അതിനൊന്നും സഹകരിക്കാതെ അതിനോടെല്ലാം പിൻവലിഞ്ഞു നിന്ന സർക്കാർ ഇപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സംഗമവുമായി മുന്നിട്ടിറങ്ങുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമായി ഉയർന്നു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മതേതര സർക്കാർ, മതേതരമായിട്ടുള്ള ഒരു മന്ത്രി എങ്ങനെയാണ് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നേരിട്ട് ഇടപെടുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരുന്നു. ദേവസ്വം ബോർഡിനെ വെറും നോക്കുകുത്തിയാക്കിക്കൊണ്ട്
ദേവസ്വം മന്ത്രി നേരിട്ട് സർക്കാർ നേരിട്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്താൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ശബരിമലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വിവിധ അയ്യപ്പ സംഘടനകളുണ്ട്. അന്നദാനവും ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളവും ഒക്കെ ലഭ്യമാക്കിക്കൊണ്ട് മുഴുവൻ സമയം ഭക്തജനങ്ങൾക്ക് കൂട്ടിരുന്ന വിവിധ സംഘടനകൾ ശബരിമലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള സംഘടനകളെയെല്ലാം ശബരിമലയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടും ശബരിമലയുടെ നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കുന്നതിനുള്ള സർക്കാരിൻ്റെ പരിധിയിലാക്കുന്നതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ അയ്യപ്പ സംഗമം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിമർശനമായി ഉയർന്നു വരുന്നത്. എന്തായാലും സാമ്പത്തിക നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ നടത്തുന്ന ഒരു ഗിമ്മിക്കാണ് ഇതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വരുന്നത്. ഒപ്പം ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ ഇടത് സർക്കാർ ഉണ്ടാക്കിയ വേദനകൾ, അത് ഭക്തജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മുറിവുകൾ, അതിൻ്റെ ഒന്നും ആ ഒരു തീവ്രത ഇപ്പോഴും മാഞ്ഞിട്ടില്ല. ഭക്തജനങ്ങൾക്കുള്ളിൽ അത് അതേപടി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് യുവതി പ്രവേശനത്തിന് മുന്നിട്ടിറങ്ങിയ ബിന്ദു അമ്മണി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചുകൊണ്ട് സമൂഹമാധ്യമ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അന്ന് യുവതി പ്രവേശന സമയത്ത് ഭക്തജനങ്ങൾക്ക് വലിയ മുറിവ് സമ്മാനിച്ച ആളുകളുടെയൊക്കെ പിന്തുണയോടുകൂടി സർക്കാർ നടത്തുന്ന ഈ ഒരു സംഗമം അത് കമ്മ്യൂണിസ്റ്റുകളുടെ മാത്രം ഒരു സംഗമമാണ്, അത് ഭക്തരുടെ സംഗമമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്നത്. 2018 യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരത്തിലിറങ്ങിയതും നാമജപ ഘോഷയാത്രയായി സംഗമിച്ചതും ഒപ്പം തന്നെ ഭക്തജനങ്ങൾക്ക് നേരെ കള്ളക്കേസുകൾ കുടുക്കി അവരെ ജയിലിലടച്ചതും ഇപ്പോഴും പല സ്റ്റേഷനുകളിലും ഭക്തജനങ്ങൾ ഈ കള്ളക്കേസുകൾ നേരിടുന്നതും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അന്ന് ഭക്തജനങ്ങൾ എത്രത്തോളം തീവ്രമായ മുറിവുകളാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റത്, എത്രത്തോളം പീഡനമാണ് സഹിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഹൈന്ദവ സംഘടനകൾ ഇപ്പോൾ സർക്കാർ നടത്തുന്നത് ഒരു പൊള്ളത്തരമാണ്, ഈ സർക്കാരിൻ്റെ ഈ പൊള്ളത്തരം തുറന്നു കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഒപ്പം സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം ശബരിമല യുവതീ പ്രവേശനത്തിന് അനുകൂലമായാണ്. അങ്ങനെയുള്ള സത്യവാങ്മൂലം നൽകിയ ഇടത് സർക്കാർ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നതിൽ ദുരുദ്ദേശമുണ്ട് എന്ന് തന്നെയാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ ഭക്തജനങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്. കെ പി തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെയും ഭക്തരുടെയും പ്രതിഷേധങ്ങൾ നിലനിൽക്കെ തന്നെയാണ് അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണ യോഗവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. പമ്പയിൽ യോഗം തുടരുകയാണ്. വിശദാംശങ്ങളാണ് മിഥുൻ മുരളി നൽകിയത്.